ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളിന്ന് ശംഖുപുഷ്പത്തിൻ്റെ ഒരു ജെൽ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പം കൊണ്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ്, ഒരു ആൻറ്റി ഏജിങ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഈ ചുളിവുകളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. സ്കിൻ നല്ല റെജ്യൂനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ശംഖുപുഷ്പമൊക്കെ വീട്ടിലുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ നീല കളർ പൂവും അതുപോലെ വെള്ള കളർ പൂവും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ചധികം പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് കൂടുതലും സോപ്പ് ഉണ്ടാക്കാനാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ എന്തായാലും ഒരു ജെൽ മേക്കിംഗ് വീഡിയോ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ആ പച്ച കളറ് ഞെട്ടുണ്ടല്ലോ, ആ ഒരു ഞെട്ടൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ മുഴുവൻ ആ ഒരു പച്ച കളറ് അതിൻ്റെ തണ്ട് പോലെ വന്നിരിക്കുന്നത് എടുത്ത് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വാരാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരു 100 ഗ്രാമിൻ്റെ അടുത്താണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു വെയിറ്റിംഗ് മെഷീൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മൈനസ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവൊക്കെ വീട്ടിൽ കിട്ടാനുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോപ്പ് മാത്രമല്ല, നമുക്ക് ജെല്ലൊക്കെ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ പൂവ് കിട്ടാത്ത സമയത്ത് ആ ഒരു ജെല്ല് നമുക്ക് എടുത്ത് സോപ്പൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂവൊന്ന് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു പൂവിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കൊരു 50 ml നമ്മൾ DM വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസ്ഡ് വാട്ടർ എന്നൊക്കെ പറയും. ഇത് ശുദ്ധീകരിച്ച വാട്ടറാണിത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു 50 ml നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് അടുപ്പിൽ വെച്ചാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇൻഡക്ഷനിൽ വെച്ചാണെങ്കിൽ അങ്ങനെ, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചൂടാക്കി എടുക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിടരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു നീല കളറ്, ആ ഒരു കളറൊക്കെ നന്നായിട്ട് ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല കളറുണ്ട് കേട്ടോ അതിന്. അപ്പോൾ നമുക്കിതിലോട്ട് വേറെ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഈ ഒരു പൂവിന് നല്ല കളർ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ലോ ഫ്ലെയിമിലായിട്ടൊന്ന് ഇട്ട് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് അത് തിളച്ച് അതിൻ്റെ വെള്ളം വറ്റി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് അത് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂവും അതുപോലെ DM വാട്ടറും നന്നായിട്ട് തിളച്ച് ആ ഒരു പൂവിൻ്റെ കളർ മുഴുവനായിട്ടും ആ ഒരു DM വാട്ടറിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല ഡാർക്ക് ബ്ലൂ കളറായിട്ടാണ് നമ്മുടെ ആ ഒരു വെള്ളം കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കേണ്ടതുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്കൊരു മിക്സിങ് റെഡിയാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനൊരു പോക്കറ്റ് സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൺലൈനായിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ പോക്കറ്റ് സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. ചെറിയൊരു ഗ്രാം ആണെങ്കിൽ കൂടിയും ഇതിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ അതിലോട്ടൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്നത് സാന്തങ്കമാണ് കേട്ടോ. നമ്മളിതിൽ ഉപയോഗിക്കുന്ന തിക്കനിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് സാന്തങ്കമാണ്. ഇത് റെഗുലറും ഉണ്ട്, അതുപോലെ സോഫ്റ്റും ഉണ്ട്. റെഗുലർ എന്ന് പറയുന്നത് ഒരു ക്ലൗഡി ഫിനിഷ് ആയിരിക്കും കൊണ്ടുവരുന്നത്. ക്ലൗഡി ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അലോവേരയുടെ ഒക്കെ ജെല്ല് നമുക്ക് കറക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഒരു ജെല്ല് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് കിട്ടത്തില്ല. സോഫ്റ്റ് എന്ന് പറയുന്നത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. കറക്റ്റായിട്ട് നമുക്ക് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ അത് അറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് അങ്ങനെ ഞാനൊരു നമ്മുടെ സാന്തകം എടുത്തിരിക്കുന്നത് ഒരു 2 ഗ്രാമാണ് കേട്ടോ. കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു 2 ഗ്രാമിൻ്റെ അടുത്ത് സാന്തകം എടുത്ത് വെച്ചിട്ടുണ്ട്. പല തിക്കനിങ് ഏജൻറ്റും ഉണ്ട് കേട്ടോ. ഇതുപോലെ സാന്തകം, പിന്നെ നമ്മുടെ ജെലാറ്റിൻ, അതുപോലെ കാർബോമർ, അങ്ങനെ പല രീതിയിലുള്ള തിക്കനിങ് ഏജൻറ്റ് ഉണ്ട്. ഇപ്പം നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് സാന്തകമാണ്. അടുത്തായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ അതിലേക്ക് ഒരു 4 ഗ്രാം വെജ് ഗ്ലിസറിനും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലിസറിൻ എന്ന് പറയുന്നത് സ്കിൻ ഹൈഡ്രേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ഡ്രൈനെസ് ഒക്കെ റിലീവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായകപ്രദമാണ്. അപ്പോൾ ഒരു ഗ്ലിസറിൻ കറക്റ്റ് 4 ഗ്രാം എന്നുള്ളത് എടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഗ്ലിസറിനും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് ആ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് സാന്തകമാണ്. നമ്മൾ മെഷർ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സാന്തകം കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇത് ഞാനിപ്പോൾ ഓൺലൈനായിട്ടല്ല മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ
നമ്മുടെ ഗ്ലിസറിനും സാന്തകം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാന്തകം ഗ്ലിസറിലാണ് നന്നായിട്ട് മിക്സായിട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ആ ഒരു ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ജ്യൂസിലോട്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കട്ട കെട്ടി പോലെ ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ചധികം ടൈം എടുക്കേണ്ടി വരും. മിക്സായി കിട്ടുന്നതാണെങ്കിൽ കൂടിയും ഒരുപാട് ടൈം എടുത്ത് നമ്മളത് മിക്സ് ചെയ്യേണ്ടി വരും. ഇത് ഗ്ലിസറിനിലാകുമ്പോൾ പെട്ടെന്ന് അത് മിക്സായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സാന്തകമും ഗ്ലിസറിനും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അത് മെഷർമെൻറ്റ് നോക്കി നമ്മൾ എടുത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കറക്റ്റ് 30 ml നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു 30 ml ആണ് നമുക്ക് നമ്മുടെ ആ ഒരു സാന്തകമും അതുപോലെ ഗ്ലിസറിനും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ആ ഒരു മിക്സും കൂടെ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ 30 ml ജ്യൂസാണ് കേട്ടോ ഇത്. ആ ഒരു ജ്യൂസാണ് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് മെഷീനിൽ വെച്ചപ്പോൾ ഒരു 29ൻ്റെ ഒക്കെ അടുത്താണ് വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ബാക്കി 1 ml കൂടെ കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മിക്സിംഗ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പം നല്ലൊരു ലിക്വിഡ് മാതിരിയാണല്ലോ ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇതൊന്ന് സെറ്റായിട്ട് നല്ലൊരു ജെല്ല് ഇപ്പോൾ തന്നെ നല്ലൊരു ജെല്ലിൻ്റെ പരുവത്തിലോട്ട് ഇതായി വരുന്നതായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ആ ഒരു ഗ്ലിസറിനും സാന്തകമും പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസും കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് നേരം ഒരു 10 മിനിറ്റിൻ്റെ ഒക്കെ അടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ തന്നെ കണ്ടില്ല, നല്ല ആ ഒരു കളറും വന്നിട്ടുണ്ട്. ആ ഒരു അത്യാവശ്യം നല്ല തിക്കുമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിലോട്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്ത് വെക്കുന്നത് നൈറ്റ് ഇരുന്നാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് നേരം ഇത് റെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലേക്ക് ആകുമ്പോഴേക്കും പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എപ്പോൾ റെഡിയാവും എന്നുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ ഇനി നമ്മൾ ഇതിലോട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ ഒരു വെയിറ്റ് മെഷീൻ എടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി ഒരു 63 ഗ്രാമിൻ്റെ അടുത്ത് നമുക്ക് DM വാട്ടർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ കറക്റ്റ് ഒരു 63 ഗ്രാം ചേർക്കുക. അപ്പോൾ DM വാട്ടറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു കറക്റ്റ് 63 ഗ്രാം എന്നുള്ളത് എടുക്കുക. അപ്പോൾ ഇതങ്ങനെ നമ്മൾ ആ ഒരു DM വാട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ഒരു വാട്ടർ പോലെയാണ് ഇരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നൈറ്റൊക്കെ ഉണ്ടാക്കി വെക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് വെക്കേണ്ട ടൈമുണ്ട്. അപ്പോൾ നൈറ്റ് ചെയ്ത് വെക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെ കിട്ടേക്കണേന്നുള്ളത്. അങ്ങനത്തെ നമ്മൾ DM വാട്ടർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് മിക്സിംഗ് ആണ്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഒരു മിക്സിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഒരു 3-4 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ക്ലിംഗ് ഫിലിം വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മൾ ക്ലിംഗ് ഫിലിം വെച്ച് ആ ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗം മുഴുവനായിട്ടും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് നൈറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലേക്ക് ആയപ്പോഴേക്കും നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ് കാണുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് തിക്കിങ് എന്നൊക്കെ കാണിച്ചു തരാം. അങ്ങനത്തെ നമ്മുടെ ശംഖുപുഷ്പം ജെല്ലിൻ്റെ തിക്നെസ് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇത്രയും തിക്നെസ് പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ സാന്തകം വീണ്ടും കുറച്ചും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം. എന്നിട്ട് തിക്നെസ്സൊക്കെ അത്ര മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഫിനോക്സി എത്തനോൾ അതുപോലെ മീഥൈൽ പാരബണൊക്കെ ചേർക്കാവുന്നതാണ്. ഈ ഒരു പ്രിസർവേറ്റീവ് ഫിനോക്സി എത്തനോളൊക്കെ ആണെങ്കിൽ ഒരു 0.5 ml ഒക്കെ ചേർത്താൽ മതിയാകും. അതുപോലെ നമ്മുടെ മീഥൈൽ പാരബണൊക്കെ ആണെങ്കിൽ ഒരു പിഞ്ചൊക്കെ ചേർത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് സോപ്പൊക്കെ ഉണ്ടാക്കാനും അതുപോലെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനും മെയിനായിട്ട് എടുക്കാനാണല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഒരുപാട് പേർക്കുള്ളൊരു സംശയമായിരിക്കും നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെ ഇത് എത്ര നാൾ കേടാകാതെ ഇരിക്കും എന്നൊക്കെ ഉള്ളത്.
നമ്മളതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു ജെല്ല് എത്ര നാൾ കേട് കൂടാതിരിക്കും എന്നൊക്കെ ഉള്ളത്. എങ്കിൽ കൂടിയും ഒരു 3-4 മാസവും അതിൽ കൂടുതലൊക്കെ ഈ ഒരു ജെല്ല് ഇരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ആ ഒരു ജെല്ല് ഇത് 50 ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ആ ഒരു ബോട്ടിലാക്കി നമ്മൾ നിറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ പൂവൊക്കെ വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ജെല്ലൊക്കെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് സ്റ്റോറൊക്കെ ചെയ്ത് വെക്കാനായിട്ട് നല്ലതായിരിക്കുമല്ലോ ജെല്ല്. അതുപോലെ നമുക്ക് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ ഗ്ലിസറിനിലിട്ട് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് ആ ഒരു ബോട്ടിലിൽ ഇത് 50 ഗ്രാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇത്രയും കൂടി ഉണ്ട് ആ ഒരു പാത്രത്തിലായിട്ട്. ഇത് നമ്മളൊരു ബോട്ടിലോട്ട് നിറച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബോട്ടിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബോട്ടിലിൽ ഒരു 45 ഗ്രാമിൻ്റെ അടുത്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കി കുറച്ചൊക്കെ പാത്രത്തിൽ കൊട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 2 ബോട്ടിലും നമ്മുടെ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിക്നെസ് ഞാനിപ്പോൾ ഇത്രയും ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് തിക്നെസ് ഇത് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ സാന്തകം ചേർത്തിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഇത്രയും നാൾ കടയിൽ നിന്ന് മേടിച്ചിട്ടിരുന്ന ജെല്ലുകളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കും വളരെയധികം സന്തോഷമാണ്. വേറെ ഇതിൽ പ്രത്യേകിച്ച് കെമിക്കലോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ നമ്മളായിട്ട് വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത് അങ്ങനെ കുറച്ച് ആ ഒരു പാത്രത്തിൽ കുറച്ചുണ്ടായിരുന്നത് ഇതേ ചേച്ചിയുടെ കൊച്ചുമാണ് കേട്ടോ അത്. അപ്പോൾ അത് ചേച്ചിയുടെ കൊച്ചിൻ്റെ കയ്യിലാണ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ കയ്യിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ആൾ സമ്മതിക്കുന്നില്ല, ആൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യണമാണ് കേട്ടോ ഇരുന്ന്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ അലോവേരയുടെ ജെല്ലാണ്. നമ്മുടെ അലോവേരയുടെ ജെല്ലും ഇത് 50 ഗ്രാമിൻ്റെ ബോട്ടിലാണ്. ആ ഒരു ബോട്ടിലാക്കി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ DTDC വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും കൂടെ ചെയ്താലാണ് നമ്മുടെ കൂടുതൽ പേരിലേക്ക് നമ്മുടെ ഒരു വീഡിയോ എത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.